കനത്ത മഴയത്തും ശബരിമല സന്നിധാനം ഭക്തിസാന്ദ്രമാണ്. നിരവധി ഭക്തരാണ് അയ്യന്റെ ദർശന പുണ്യം തേടിയെത്തുന്നത്. മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി 19-ാം തീയതി നടയടയ്ക്കും. വിവരങ്ങളുമായി മനോജ് ഒപ്പം ചേരുന്നുണ്ട്. മനോജ്, ഈ കഴിഞ്ഞ ദിവസം പമ്പയിൽ സ്നാനത്തിനിറങ്ങുന്നവർക്ക്, ശബരിമലയിൽ തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. മഴയത്തും സന്നിധാനത്ത് തിരക്കെങ്ങനെ? സ്വാമി ശരണം. സന്നിധാനത്ത് ഈ കനത്ത മഴയിലും ഭക്തർ അങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 23,000-ത്തിലധികം ഭക്തർ ശബരിമലയിലേക്ക് എത്തിയിരുന്നു. ഇന്നും അങ്ങനെ തന്നെ രാവിലെ മുതൽ തിരക്ക് തുടരുന്നുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് മഴയ്ക്ക് ചെറിയ ശമനമുണ്ട്. വലിയ കനത്ത രീതിയിലൊന്നുമല്ല ഇപ്പോൾ മഴ പെയ്യുന്നത്. എന്തായാലും ഭക്തരൊക്കെ തന്നെ അങ്ങനെ അയ്യനെ ദർശിക്കുവാനായി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് ബലിക്കൽപുരയുടെ ഭാഗമാണ്. അതായത് 18-ാം പടി കയറി എത്തുമ്പോൾ കൊടിമരച്ചുവട്ടിലൂടെ ബലിക്കൽപുരയിൽ അരികിലേക്ക് എത്തിയാണ് നേരിട്ട് ദർശനം നടത്തുന്നത്. അവിടെയാണ് ഈ ഒരു തിരക്ക് അനുഭവപ്പെടുന്നത്. ഇത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായാണ് ഇത്തരത്തിലൊരു രീതി, അതായത് മുൻപിലൂടെയും അതോടൊപ്പം തന്നെ ഈ മേൽപ്പാലത്തിലൂടെയും എത്തി ദർശനം നടത്താമെന്നുള്ള ഒരു തീരുമാനമായത്. എന്തായാലും തിരക്കനുസരിച്ചാണ് അതൊക്കെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ 18-ാം പടി ചവിട്ടിയെത്തുന്ന ഭക്തർ, അതായത് രണ്ട് തരത്തിലും പോകുന്നുണ്ട്. മേൽപ്പാലത്തിലൂടെയും മുൻപിലൂടെയും കയറി എത്തി അയ്യനെ ദർശിച്ച ശേഷം അവിടെ നിന്നും പിന്നീട് മാളികപ്പുറത്തേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ഇവിടെ കുഞ്ഞ് മാളികപ്പുറങ്ങളൊക്കെ നമുക്ക് കാണാം. അവരൊക്കെ തന്നെ അങ്ങനെ അയ്യനെ ദർശിച്ച് കാത്ത് നിൽക്കുകയാണ്. അതായത് ഓരോ സ്ഥലത്തു നിന്നും വരുമ്പോൾ കുടുംബത്തോടൊപ്പം വരുന്നവരൊക്കെ ഉണ്ട്. അതായത് ഒരു സ്ഥലത്തു നിന്നും നിരവധി പേര്. എന്തായാലും ഇപ്പോൾ കുഞ്ഞ് മാളികപ്പുറമാണ്. നമുക്ക് മണികണ്ഠ സ്വാമിയാണ് ഇവിടെ നിൽക്കുന്നത്. ദർശനം കഴിഞ്ഞോ? ഇല്ല, ദർശനം കണ്ടില്ല. ഇപ്പം പടികറിയുള്ളൂ. ദർശനത്തിനായി പോവുക. എന്തായാലും കുഞ്ഞു മണികണ്ഠനാണ്. കാരണം ഇനി ദർശനത്തിനായി ഉള്ളിലേക്ക് പോവുകയാണ്. അവരൊക്കെ അങ്ങനെ എത്തി നിൽക്കുന്നു. അമ്മമാരൊക്കെ നിൽക്കുന്നുണ്ട്. ഈ മഴയൊക്കെ കഴിഞ്ഞ ദിവസം വലിയ തരത്തിലൊരു ബുദ്ധിമുട്ട് ഉണ്ടായെങ്കിലും ഭക്തരെ സംബന്ധിച്ചിടത്തോളം ദർശനത്തിനായി എത്തുമ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചവരെത്തുകയാണ്. പമ്പയിൽ ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം താൽക്കാലികമായൊരു നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മഴ ശക്തമാകുമ്പോൾ പമ്പാ നദിയിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അതിനനുസരിച്ച് പമ്പയിലേക്ക് കുളിക്കാൻ ഇറങ്ങുന്നവരും അതോടൊപ്പം തന്നെ അവിടേക്ക് ഇറങ്ങുന്നത് തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. എന്തായാലും അതോടൊപ്പം തന്നെ ഈ കാനനപാതയിലൂടെ എത്തുന്നവർ, അതായത് സാധാരണ പമ്പയിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ആ ശരണപാതയിൽ കൃത്യമായും ജാഗ്രത പാലിച്ച് വേണം എത്താനെന്നുള്ള കാര്യവും ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തിരിച്ചിറങ്ങുന്നത് സ്വാമി അയ്യപ്പൻ റോഡ് വഴി ആയിരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതൊക്കെ തന്നെ അങ്ങനെ തുടർന്ന് വരികയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കഴിഞ്ഞ ദിവസം 23,000-ത്തിലധികം ഭക്തർ എത്തുന്നു എന്നുള്ളത്. അങ്ങനെ ഓരോ ദിവസവും ഈ മാസപൂജയ്ക്ക് എത്തുന്ന നിരവധി ഭക്തരുണ്ട്. അത് എല്ലാ മാസവും ദർശനത്തിനായി എത്തുന്ന ഭക്തരുണ്ട്. അത്തരത്തിൽ ദർശനത്തിനായി എത്തുന്ന ഭക്തർ അവരുടെ മനസ്സിൽ അയ്യനെ ദർശിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി അവരങ്ങ് മല ചവിട്ടി കയറുമ്പോൾ അവർക്ക് ഈ മഴയൊന്നും ഒരു തടസ്സമേ അല്ല എന്നുള്ളതാണ്. എന്തായാലും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള ഭക്തർ രാവിലെ മുതൽ തന്നെ പുലർച്ചെ നട തുറന്ന ശേഷം നിർമ്മാല്യ ദർശനത്തിനായി നിരവധി ഭക്തരെത്തി. അതിനുശേഷം അഭിഷേകം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി ഉഷപൂജ, അങ്ങനെയുള്ള പ്രത്യേക പൂജകൾ, അത് കഴിഞ്ഞ ദിവസം ഉദയാസ്തമന പൂജ ഉൾപ്പെടെ യഥാക്രമം തുടർന്ന് വരികയാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസവും ഈ 1-ാം തീയതി മുതൽ ഉള്ള ദിവസങ്ങളിൽ നട തുറക്കുമ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ മണ്ഡലകാലത്തും മാസപൂജയ്ക്കും എത്തുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 19-ാം തീയതിയാണ് ഈ പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കുക. ആ ഒരു ദിവസങ്ങളിലെ തിരക്ക് നമുക്കിനി കാണാൻ സാധിക്കും. എന്തായാലും ഇത് നട തുറന്ന് കഴിഞ്ഞ ദിവസം ആദ്യ ദിനം ഭക്തരെത്തിയിരുന്നു. ഇതിപ്പോൾ 2-ാം ദിനമാണ് ഈ ഒരു തിരക്ക് അനുഭവപ്പെടുന്നത്. കൃഷ്ണരാജ്.